SSLC റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വിഷയം റീവാലുവേഷൻ നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും ഏതെങ്കിലും വിഷയം റീവാലുവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ നിർബന്ധമായിട്ടും അയച്ചു കൊടുക്കുക. കാരണം റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, റീവാലുവേഷൻ ഡേറ്റ് വരുന്നത് ഇന്ന്, അതായത് മെയ് 9, 2024 മുതൽ മെയ് 15, 2024 വൈകിട്ട് 4 മണി വരെ. ടൈം ഓർത്ത് വെക്കണം മക്കളെ. ഇന്ന് മുതൽ മെയ് 15, 2024 വൈകിട്ട്, അതായത് അടുത്ത ബുധനാഴ്ച വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പം തന്നെ മനസ്സിലാക്കി വെക്കുക. റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള www.sslcexamkerala.government.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് എത്തുക. അതിൽ ഫസ്റ്റത്തെ നിങ്ങൾ കണ്ടോ, റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് റീവാലുവേഷൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റിനാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത് അതിന് ഡീറ്റെയിൽസ് അവിടെ വരും. അതായത് നിങ്ങൾക്ക് 3 വിഷയങ്ങളാണ് എന്ത് ചെയ്യാൻ പറ്റുക, റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുക. ആ റീവാലുവേഷൻ കൊടുക്കേണ്ട പേയ്മെൻറ്റ് അവൾ അടച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ നൽകി സേവ് ചെയ്യുമ്പോൾ അപേക്ഷയിൽ സമർപ്പിച്ച വിവരങ്ങൾ കാണാവുന്നതും ഒരിക്കൽ കൂടി പരിശോധിക്കാനാണ്. അത് നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു അപേക്ഷ നിങ്ങൾ കൊടുത്ത സാധനം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. അതായത് നിങ്ങൾ ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തില്ല, ഇവിടെ ക്ലിക്ക് ചെയ്ത് റീവാലുവേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, ഏതൊക്കെ സബ്ജക്റ്റാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ പ്രിൻ്റ് ഔട്ടും ഫീസും ശ്രദ്ധിക്കണേ, പ്രിൻ്റ് ഔട്ടും ഫീസും എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിൽ ശ്രദ്ധിക്കണം, നിങ്ങളുടെ സ്കൂളിലെ പ്രഥമ അധ്യാപകർ, നിങ്ങളുടെ സ്കൂളിലെ HM എന്ത് ചെയ്യണം, മെയ് 15 മുമ്പ് സമർപ്പിക്കണം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതിൻ്റെ അപേക്ഷാ ഫീസും ശ്രദ്ധിക്കണേ, പ്രിൻ്റ് ഔട്ടും അപേക്ഷാ ഫീസും നിങ്ങൾ ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്കൂളിലെ HM എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അതായത് മെയ് 15 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ HM മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ബാക്കി പരിപാടിക്ക് ആരാ ചെയ്യേണ്ടത്, HM ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പേപ്പർ റീവാലുവേഷൻ കൊടുക്കാൻ എത്ര രൂപയാണ്, 400 രൂപയാണ്. ശ്രദ്ധിക്കണം, എത്രയാണ്, 400 രൂപയാണ്. അങ്ങനെ 3 പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീവാലുവേഷൻ കൊടുക്കാൻ പറ്റും. അതേപോലെ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന ഉണ്ട്. അതായത് നിങ്ങളെ പേപ്പർ ഒന്നുകൂടി അവർക്ക് പരിശോധിക്കാൻ തോന്നാൻ സ്ക്രൂട്ടിനി അഥവാ പിന്നെന്തുണ്ട്, സൂക്ഷ്മ പരിശോധന പരിശോധിക്കും. അതിന് 50 രൂപയാണ്. ഫോട്ടോ കോപ്പി, നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫോട്ടോ കോപ്പിയും കൊടുക്കാം. അതിന് 200 രൂപയാണ്. ഇത് 3 ചെയ്യാനുള്ളത് ഏതാണ്, ഒരൊറ്റ സൈറ്റിലാണ്. ആ സൈറ്റിൽ ലിങ്കാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, പുനർമൂല്യനിർണ്ണയം നടത്തിയതിനെ തുടർന്ന് ഉയർന്ന ഗ്രേഡ് ലഭിച്ചാൽ ആ പേപ്പറിന് അടച്ച ഫീസ് പരീക്ഷാർത്ഥിക്ക് എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യും, തിരിച്ചു നൽകും കേട്ടോ. നിങ്ങളിപ്പോൾ ഫിസിക്സിന് ഒരു 30 മാർക്കാണ്, അത് ഫിസിക്സിന് A ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഫിസിക്സിന് റീവാലുവേഷൻ കൊടുത്തിട്ട് A ഉള്ളത് A+ ആയി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടച്ച ഫീസ് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഫോട്ടോ കോപ്പി ഉണ്ടല്ലേ, ഈ ഫോട്ടോ കോപ്പിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല, റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊരു സബ്ജക്റ്റിൻ്റെ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, റീവാലുവേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ A+ ലഭിക്കുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വിഷയത്തിൽ A+ ഉണ്ട്, പക്ഷേ അതിൽ ഫുൾ മാർക്ക് കിട്ടണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, A+ കിട്ടിയ വിഷയങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷന് സമർപ്പിക്കുക. പിന്നെ ഒരു സമയപരിധി, എന്താണ് നമ്മുടെ സമയപരിധി ശ്രദ്ധിക്കണം. എന്താണ് സമയപരിധി, മെയ് 15, 2024. ആ സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്വീകരിക്കുള്ളൂ. അതായത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഈ ഒരു കോളം ക്ലിക്ക് അല്ലേ, വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് നേരെ എങ്ങോട്ടേക്കാണ് പോവുക, അത് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ അടിക്കുന്നത്, ഏതൊക്കെ വിഷയങ്ങളാണ് റീവാലുവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയങ്ങൾ അവിടെ അടിക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ അടിച്ച കാര്യങ്ങൾ, നിങ്ങൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്തിട്ട് കൺഫർമേഷൻ അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നാളെ തന്നെ സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യണം, സ്കൂളിലെ ടീച്ചർക്ക് എന്ത് ചെയ്യണം, ഏത് ടീച്ചർ, ക്ലാസ് ടീച്ചർക്കാണോ, അല്ല HM അഥവാ പ്രഥമ അധ്യാപകൻ അഥവാ ഹെഡ് മാസ്റ്റർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. മൂപ്പര് ആ കൊടുക്കൽ മാത്രമല്ല എന്ത് ചെയ്യണം, നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ റീവാലുവേഷൻ ആഗ്രഹിക്കുന്നത് അതെന്ത് ചെയ്യാം, അതിൻ്റെ പണം കൂടി ആർക്ക് കൊടുക്കും, ഒരു പേപ്പർ 400 രൂപ, അതും കൂടി ആർക്കാണ് കൊടുക്കേണ്ടത്, പ്രഥമ അധ്യാപകൻ്റെ കയ്യിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ബാക്കിയൊക്കെ ആരെ പണിയാണ്, മൂപ്പരെ പണിയാണ് കേട്ടോ. ആ ഒരു കാര്യം കൂടി ഓർത്തോ. ഇതിൻ്റെ ഒരു സർക്കുലർ ശ്രദ്ധിക്കണേ, ഈ ഒരു ഗവൺമെൻറ് ഇന്ന് ഇറക്കിയ സർക്കുലറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ സൈറ്റിൽ കയറിയാൽ ഇന്ന് മുതൽ വൈകിട്ട് 4 മണി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം കൺഫർമേഷൻ ഉണ്ട്. സാധാരണ ഇവിടെ പറയുന്നുണ്ട്, രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ വിവരങ്ങൾ, ഗ്രേഡ് എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് അത് വെരിഫൈ
ചെയ്തതിന് ശേഷം മാത്രം എന്ത് കൊടുക്കുക, കൺഫർമേഷൻ കൊടുക്കുക. അങ്ങനെ കൺഫർമേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, HMൻ്റെ മുമ്പിലുണ്ട് പ്രിൻ്റ് ഔട്ടും നിങ്ങളെ വിഷയത്തിൻ്റെ പൈസയില്ല, 3 വിഷയമാണെങ്കിൽ 1200, ഒന്നാണെങ്കിൽ 400 അല്ലേ, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പ്രഥമ അധ്യാപകൻ്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കട്ടോ. ഓക്കെ, അങ്ങനെ പ്രഥമ അധ്യാപകൻ എന്ത് ചെയ്യും, നിങ്ങൾ ഇന്ന് പണം സ്വീകരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, HM അതിൻ്റെ റെസിപ്റ്റും തരുന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർ പേപ്പർ 400 രൂപയാണ് റീവാലുവേഷൻ. നിങ്ങൾ റീവാലുവേഷൻ തന്നിട്ട് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു 400 രൂപ തിരിച്ചു കിട്ടുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ നമ്മൾ റീവാലുവേഷൻ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 വിഷയങ്ങൾക്കാണ് നിങ്ങൾ റീവാലുവേഷൻ ചെയ്യാൻ പറ്റുക. 400 രൂപയാണ് ഒന്നിന് വരുന്നത്. കറക്റ്റ് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് കറക്റ്റ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ പാടുള്ളൂ. മൊത്തം ഡീറ്റെയിൽസും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പം ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് കൂടി, നമ്മുടെ +1 അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ എജ്യൂപോർട്ട് +1 എന്നുള്ള ചാനലാണ് നമ്മൾ തരിക. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സെറ്റാക്കുക. സോ എല്ലാവർക്കും റീവാലുവേഷൻ കൊടുക്കുന്ന എല്ലാവർക്കും മാർക്ക് കൂടട്ടെ. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാതിരിക്കും. ബൈ.